We shall now discuss about AC generator. AC generator works on the principle of electromagnetic induction. Generator is a device which converts mechanical energy into electrical energy. ഇനി ജനറേറ്ററിൻ്റെ പാർട്സ് ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ എ കോയിൽ വിച്ച് ഇസ് കോൾഡ് ദ ആർമേച്ചർ. എ കോയിൽ ഈസ് റൊട്ടേറ്റിംഗ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. ആർമേച്ചർ കോയിലിൽ നിന്ന് നമ്മൾ കറണ്ട് എടുക്കുന്നത് ഇറ്റ് ഇസ് ത്രൂ ദ സ്ലിപ്പ് റിങ്സ് ആൻഡ് കാർബൺ ബ്രഷസ്. ഇതിൽ നിന്നാണ് എക്സ്റ്റേണൽ വോൾട്ടേജ് ഡ്രോ ചെയ്യുന്നത്. ആൾട്ടർനേറ്റിംഗ് EMF is induced in the coil when the coil rotates in the magnetic field. അപ്പോൾ the magnetic flux linked with the coil is changing. നമുക്കറിയാം magnetic flux phi എന്ന് പറയുന്നത് B.A ആണ്. അതായത് BA cos theta. അപ്പോൾ ഇവിടെ മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഐദർ വി ക്യാൻ ചേഞ്ച് B or A or theta ആണ്. അപ്പോൾ ഈ AC ജനറേറ്ററിൽ ചേഞ്ച് ചെയ്യുന്നത് എന്താണ്? ആർമേച്ചർ കോയിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ദ വാല്യൂ ഓഫ് തീറ്റ ഈസ് ചേഞ്ച്ഡ്. തീറ്റ എന്ന് പറയുമ്പോൾ ആംഗിൾ ബിറ്റ്വീൻ ദ മാഗ്നറ്റിക് ഫീൽഡ് B വെക്റ്റർ ആൻഡ് ഏരിയ വെക്റ്റർ. ഈ പ്ലെയിൻ ഓഫ് ദ കോയിലിൻ്റെ ആ ഏരിയ വെക്റ്റർ അതാണ് ചേഞ്ച് ചെയ്യുന്നത്. So the value of theta is changed and hence a change is brought about in the magnetic flux. ഇനി induced EMF എന്ന് പറയുന്നത് is equal to minus n d phi by dt. അതായത് it is equal to minus n d by dt of BA cos theta. ഇനി നമ്മൾ ആർമേച്ചർ കോയിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് റൊട്ടേറ്റഡ് വിത്ത് ആൻ ആംഗുലർ വെലോസിറ്റി ഒമേഗ. ആംഗുലർ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ടൈം. സോ തീറ്റ ഈസ് ഈക്വൽ ടു ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ ഒമേഗ ടി. അപ്പോൾ ഇതിനെയാണ് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത്. ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത് മൈനസ് എൻ ബി മാഗ്നറ്റിക് ഫീൽഡും ഏരിയ വെക്റ്ററും കോൺസ്റ്റൻസ് ആണ്. അത് രണ്ടും പുറത്തേക്ക് എടുത്തു. പിന്നെ ഡെറിവേറ്റീവ് ഓഫ് കോസ് തീറ്റ. തീറ്റ എന്ന് പറയുന്നത് എന്താണ്? ഒമേഗ ടി. അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് മൈനസ് സൈൻ ഒമേഗ ടി. പിന്നെ വി ആർ ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു ടൈം. സോ ദർ വിൽ ബി ഒമേഗ എന്നുള്ള ഒരു കോൺസ്റ്റൻറ്റും കൂടെ വന്നു. ഇവിടെ മൈനസ് എൻ ഡി ഫൈ ബൈ ഡി ടി. ഇവിടെ ഫൈ മാഗ്നറ്റിക് ഫ്ലക്സ് BA കോസ് തീറ്റയാണ്. തീറ്റ ഒമേഗ ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ BA കോൺസ്റ്റൻറ്റ് പുറത്തേക്ക് എടുത്തു. ഡെറിവേറ്റീവ് ഓഫ് കോസ് ഒമേഗ ടി ഈസ് മൈനസ് സൈൻ ഒമേഗ ടി ഇൻറ്റു ഒമേഗ. വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പോൾ ഒമേഗ ടീനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഒരു ഒമേഗ പുറത്തേക്ക് എടുക്കണം. അപ്പോൾ എന്താ കിട്ടുന്നത്? ഇൻഡ്യൂസ്ഡ് EMF is equal to NAB ഒമേഗ സൈൻ ഒമേഗ ടി. ഇനി ഈ ഇൻഡ്യൂസ്ഡ് EMFൻ്റെ ഇക്വേഷനിൽ ഒമേഗ ടി എന്നുള്ളതിൻ്റെ മാക്സിമം വാല്യൂ സൈൻ ഒമേഗ ടി എന്നുള്ളതിൻ്റെ മാക്സിമം വാല്യൂ ഇറ്റ് ഈസ് +1 ഓർ -1. സൈൻ 90 ആകുമ്പോൾ +1, 270 ആകുമ്പോൾ -1. അപ്പോൾ ഇത് 90 ആണെങ്കിൽ സൈൻ 90 ആണെങ്കിൽ ഇൻഡ്യൂസ്ഡ് EMF is equal to the maximum value NAB ഒമേഗ അല്ലേ? And that is called E0 equal to NAB omega. Induced EMF E equal to NAB omega എന്നുള്ളതാണ് അതിൻ്റെ മാക്സിമം വാല്യൂ. അതിന് നമ്മൾ E0 എന്നെടുത്തു. NAB omega എന്നുള്ളതിനെ E0 എന്ന് റെപ്രസെൻറ്റ് ചെയ്തു. അപ്പോൾ എന്തായി? E is equal to E0 sin omega t. This is the instantaneous value of AC. Alternating EMFൻ്റെ ഒരു ഇൻസ്റ്റൻറ്റിലുള്ള വാല്യൂ ആണ് E equal to E0 sin omega t. അപ്പോൾ അതിൻ്റെ വാല്യൂ സൈൻ ഒമേഗ ടി അല്ലെങ്കിൽ തീറ്റ 0 ആകുമ്പോൾ ഈ ഒമേഗ ടി ഓർ തീറ്റ ഈക്വൽ ടു 0 ആണെങ്കിൽ സൈൻ 0 ഇൻഡ്യൂസ്ഡ് EMF 0 ആവും. തീറ്റ 90 ഡിഗ്രി ആകുമ്പോൾ ഇൻഡ്യൂസ്ഡ് EMF is equal to E0. തീറ്റ 180 സൈൻ 180 is again 0. തീറ്റ is equal to 270 ആകുമ്പോൾ ഇൻഡ്യൂസ്ഡ് EMF is equal to -1 അല്ലേ? സൈൻ 270 -1 അപ്പോൾ -E0. again when theta equal to 360 degree
ഇൻഡ്യൂസ്ഡ് EMF is equal to 0. അപ്പോൾ ഈ വാല്യൂസിനെ ബേസ് ചെയ്തിട്ട് we can draw a graph and that is the graph of ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജ്. അപ്പോൾ ഇവിടെ നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത് തീറ്റ അല്ലെങ്കിൽ ഒമേഗ ടി എക്സ് ആക്സിസിൽ പ്ലോട്ട് ചെയ്യാം, വൈ ആക്സിസിൽ ഇൻഡ്യൂസ്ഡ് EMF ആണ് പ്ലോട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിലെ ആദ്യത്തെ വാല്യൂ നോക്കുക, തീറ്റ ഈസ് ഈക്വൽ ടു 0, പിന്നെ 90, 180, 270, 360 ആകുമ്പോഴാണ് ഒരു കംപ്ലീറ്റ് റൊട്ടേഷൻ ഓഫ് ദി ആർമേച്ചർ കോയിൽ ആവുന്നത്. അപ്പോൾ ആദ്യം തീറ്റ ഈക്വൽ ടു 0, EMF is 0, പിന്നെ തീറ്റ 90 ഡിഗ്രി ആകുമ്പോൾ EMF അതിൻ്റെ മാക്സിമം വാല്യൂ E0-ലെത്തും, 180 ആകുമ്പോൾ 0, 270 ആകുമ്പോൾ മൈനസ് E0, ഇവിടെ 270, പിന്നെ 360 ആകുമ്പോൾ എഗെയിൻ 0. അപ്പോൾ ഈ ഡോട്ടുകൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ we will get a sine curve. ഇതാണ് ഒരു ആർമേച്ചർ കോയിൽ ഒരു പ്രാവശ്യം നമ്മൾ തിരിക്കുമ്പോൾ വരുന്ന സൈക്കിള്. അപ്പോൾ ഇവിടെ ആദ്യം 0, പിന്നെ 90 ഡിഗ്രി പറയുമ്പോൾ അത് T/4 ആണ്. ഒരു പ്രാവശ്യം റിവോൾവ് ചെയ്യാൻ എടുക്കുന്ന സമയമാണ് പീരിയഡ് ഓഫ് റെവല്യൂഷൻ അല്ലേ. അപ്പോൾ T/4, പിന്നെ ഇവിടുത്തെ പീരീഡ് എത്രയാണ് T/2, ഇവിടെ മുക്കാൽ ഭാഗം 3T/4 ടൈമാണ് ഇവിടെ പ്ലോട്ട് ചെയ്യുന്നതെങ്കിൽ അങ്ങനെ വരും. 360 പറയുമ്പോൾ ഇവിടെ ക്യാപിറ്റൽ T, ഒരു കാൽ ഭാഗം റൊട്ടേറ്റ് ചെയ്തു, അരഭാഗം അങ്ങനെ ടൈം പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ, ആംഗിൾ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ 90, 180 അങ്ങനെ പ്ലോട്ട് ചെയ്യണം. സോ ദിസ് ഈസ് ദ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ദി ഇക്വേഷൻ E is equal to E0 sin omega t. ഇനി ഒമേഗ എന്ന് പറയുന്നത് ആംഗുലർ വെലോസിറ്റി ഓർ ആംഗുലർ ഫ്രീക്വൻസി ആണ്. അതിന് നമുക്ക് എങ്ങനെ എഴുതാം, ഒമേഗ ഈക്വൽ ടു 2π ന്യൂ, വേർ ന്യൂ ഈസ് എ ഫ്രീക്വൻസി ഓഫ് റെവല്യൂഷൻ. അപ്പോൾ നമ്മൾ ഈ എത്ര ഫ്രീക്വൻസിയിലാണ് ഈ ആർമേച്ചർ കോയിലിനെ തിരിക്കുന്നത് അതായിരിക്കും ആ ഏസിൻ്റെ ഫ്രീക്വൻസി. E0 സൈൻ 2π ന്യൂ ടി എന്ന് എഴുതാം, ഒമേഗയ്ക്ക് വരാൻ 2π ന്യൂ ഉണ്ടാകും. അപ്പോൾ നമ്മൾ ഇന്ത്യയിൽ കിട്ടുന്ന AC ഫ്രീക്വൻസി ന്യൂ ഈസ് ഈക്വൽ ടു 50 ഹെർട്സ്. അമേരിക്കയിൽ ആ ഫ്രീക്വൻസി ഓഫ് റെവല്യൂഷൻ ഓഫ് ദ ആർമേച്ചർ കോയിൽ എന്ന് പറയുന്നത് 60 ഹെർട്സ് ആണ്. ന്യൂ ഈക്വൽ ടു 60 ഇൻ USA ആൻഡ് ഇൻ സം അതർ കൺട്രീസ്. ഇനി ഓരോ പ്രാവശ്യം ഈ ആംഗിൾ മാറുന്നതിനനുസരിച്ച് പ്ലെയിൻ ഓഫ് ദ കോയിൽ എങ്ങനെയായിരിക്കും എന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം മാഗ്നറ്റിക് ഫീൽഡ് നമുക്കറിയാം, ഇറ്റ് ഈസ് അലോങ് ദ എക്സ് ആക്സിസ്. ഈ ആർമേച്ചർ കോയിൽ സപ്പോസ് ഇറ്റ് ഈസ് ഈ ഡയറക്ഷനിലാണെന്ന് വിചാരിക്കുക, അതായത് മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആണ്, ഇതാണ് ആർമേച്ചർ കോയിൽ എങ്കിൽ ഇത് പെർപെൻഡിക്കുലർ ആണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഹൊറിസോണ്ടൽ ഡയറക്ഷനിലാണ്. ഈ ആർമേച്ചർ കോയിൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ നമുക്ക് ഏരിയ വെക്ടറിൻ്റെ ഡയറക്ഷൻ എപ്പോഴും ഒരു സർഫസിലെ ഏരിയ വെക്ടർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ദി നോർമൽ ടു ദ ഏരിയ. അപ്പോൾ ഇതാണ് നമ്മളുടെ പ്ലെയിൻ. അപ്പോൾ നമുക്ക് ഇതാണ് ഡയറക്ഷൻ ഓഫ് ദി ഏരിയ വെക്ടർ വരുന്നത്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഹൊറിസോണ്ടൽ ആൻഡ് ദിസ് ഏരിയ വെക്ടർ ഈസ് ഓൾസോ ഹൊറിസോണ്ടൽ, വിച്ച് മീൻസ് ദാറ്റ് ദ ആംഗിൾ ബിറ്റ്വീൻ ദം തീറ്റ ഈസ് ഈക്വൽ ടു 0. അതാണ് ആദ്യത്തെ പോയിന്റ്, തീറ്റ 0. ഇനി ഈ ആർമേച്ചർ കോയിൽ നമ്മൾ പാരലൽ ടു ദ പ്ലെയിൻ ആക്കി. ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അതേ ഡയറക്ഷനിൽ, മാഗ്നറ്റിക് ഫീൽഡ് ബിൻ്റെ അതേ ഡയറക്ഷനിലാണ് പ്ലെയിൻ ഓഫ് ദ കോയിൽ എങ്കിൽ ഏരിയ വെക്ടർ ഈസ് ഇൻ ദ പെർപെൻഡിക്കുലർ ഡയറക്ഷൻ അല്ലെ, പെന്നിൻ്റെ ഡയറക്ഷനിലാണ്. അപ്പോൾ തീറ്റ എത്രയാണ് 90 ഡിഗ്രി. ഒരു ഇങ്ങനെയുള്ളതെന്ന് ഒരു 1/4 റൊട്ടേഷൻ ചെയ്തപ്പോൾ തീറ്റ 90 ഡിഗ്രി ആയി. ദെൻ ദ EMF ഈസ് മാക്സിമം. ദെൻ അഗെയിൻ വി ആർ റൊട്ടേറ്റിംഗ്. നൗ അഗെയിൻ തീറ്റ ഈസ് ഈക്വൽ ടു ശരിക്കും 180 ഡിഗ്രിയാണ്. ഇവിടുത്തെ ഇതാണ് ഏരിയ വെക്ടറിൻ്റെ ഡയറക്ഷൻ വരുന്നത്. ഇറ്റ് ഈസ് പാരലൽ ടു മാഗ്നറ്റിക് ഫീൽഡ്. So we have theta 180 degree and EMF 0. അത് കഴിഞ്ഞ് അടുത്ത കേസിൽ വീണ്ടും പ്ലെയിൻ ഓഫ് ദ ആർമേച്ചർ കോയിൽ ഈസ് പാരലൽ ടു മാഗ്നറ്റിക് ഫീൽഡ് പറയുമ്പോൾ ഏരിയ വെക്ടർ പെർപെൻഡിക്കുലർ ആയി. പ്ലെയിൻ പാരലൽ ടു മാഗ്നറ്റിക് ഫീൽഡ് ആകുമ്പോൾ ഏരിയ വെക്ടർ ഈസ് നൗ ബിക്കമിങ് perpendicular and the angle theta is equal to 270 degree. അത് കഴിഞ്ഞ് വീണ്ടും ഒരു റെവല്യൂഷൻ കംപ്ലീറ്റ് ആക്കുമ്പോൾ ഇറ്റ് ബിക്കംസ് 360. ഇനി നമ്മൾ ഏത് മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് ഈ ആർമേച്ചർ കോയിലിനെ റൊട്ടേറ്റ് ചെയ്യുന്നത്?
നമ്മളിപ്പോൾ ആർമേച്ചർ ഈസ് റൊട്ടേറ്റഡ് ഇൻ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാലും ഇൻ ആക്ച്വൽ ജനറേറ്റേഴ്സ് ദ കോയിൽ ഈസ് ഹെൽഡ് സ്റ്റേഷനറി ആൻഡ് മാഗ്നറ്റ്സ് ആർ റൊട്ടേറ്റഡ്. ശരിക്ക് പവർ സ്റ്റേഷൻസിൽ കോയിലിനെ സ്റ്റേഷനറി ആയി വെച്ചിട്ട് നമ്മൾ ഈ ഇലക്ട്രോ മാഗ്നറ്റിനെയാണ് ആക്ച്വലി റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻസിൽ നമ്മൾക്ക് എന്താണ് ആർമേച്ചർ കോയിലിനെ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ട പവർ, ആ മെക്കാനിക്കൽ എനർജി ഫോർ റൊട്ടേറ്റിംഗ് ദ ആർമേച്ചർ ഈസ് ഒബ്റ്റെയിൻഡ് ഫ്രം ദി പൊട്ടൻഷ്യൽ എനർജി ഓഫ് ഫോളിംഗ് വാട്ടർ. അല്ലെ, ഡാമിൽ നമ്മൾ വെള്ളം ഹൈറ്റിൽ സ്റ്റോർ ചെയ്തിട്ട് അതിനെ പൈപ്പിലൂടെ കടത്തിവിട്ട് എന്നിട്ടാണ് ഈ ആർമേച്ചർ കോയിലിനെ റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ പവർ ഓഫ് ഫോളിംഗ് വാട്ടർ ആണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഇറ്റ് ഈസ് കോൾഡ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ ജനറേറ്റർ. ഇനി തെർമൽ ജനറേറ്റേഴ്സിൽ എന്താണ് ചെയ്യുന്നത്? ഈ ആർമേച്ചർ കോയിൽ റൊട്ടേറ്റ് ചെയ്യാൻ നമ്മൾ വാട്ടർ ഇസ് ഹീറ്റഡ് ടു പ്രൊഡ്യൂസ് സ്റ്റീം. തെർമൽ എന്ന് പറയാൻ കാരണം കോളും മറ്റ് ഫ്യൂവൽസും ഉപയോഗിച്ച് വെള്ളത്തിനെ ചൂടാക്കി ആവി ഉണ്ടാക്കുന്നു. ആ ആവിൻ്റെ ഹൈ പ്രഷറിലുള്ള സ്റ്റീം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആർമേച്ചറിനെ റൊട്ടേറ്റ് ചെയ്യുന്നത്. അതേസമയം ന്യൂക്ലിയർ പവർ സ്റ്റേഷനിൽ സ്റ്റീം പ്രൊഡ്യൂസ് ചെയ്യുന്നത് വെള്ളത്തിനെ ചൂടാക്കാൻ ഉപയോഗിക്കുന്നത് ന്യൂക്ലിയർ ഫ്യൂവലാണ്. തെർമൽ ജനറേറ്റർ പറയുമ്പോൾ നമ്മൾ കോളും മറ്റ് ഫ്യൂവലുകൾ ഉപയോഗിച്ചിട്ട് വാട്ടറിനെ ഹീറ്റ് ചെയ്യുന്നു, എന്നിട്ട് സ്റ്റീം പ്രൊഡ്യൂസ് ചെയ്യും. സ്റ്റീം അറ്റ് ഹൈ പ്രഷർ റൊട്ടേറ്റ്സ് ദ ആർമേച്ചർ. ന്യൂക്ലിയർ പവർ ജനറേറ്റേഴ്സിൽ വി ആർ യൂസിങ് ന്യൂക്ലിയർ ഫ്യൂവൽ ടു ഹീറ്റ് വാട്ടർ ടു പ്രൊഡ്യൂസ് സ്റ്റീം.